കാവ്യ മാധവന്റെയും ദിലീപിന്റെയും വിവാഹം കേരളം ആഘോഷിച്ച ദിവസം ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ശബരിമല അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലും, അതാണല്ലോ ദേവസ്വം പ്രസിഡന്റ് പ്രയാർ സ്വാമി ഇട്ടിരിക്കുന്ന പുതിയ പേര്, ശബരിമല അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലും ഒരു കല്യാണ മാമാങ്കം നടന്നു. പ്രയാർ സ്വാമി അടക്കമുള്ള ദേവസ്വം ബോർഡ് സാരഥിമാർ സന്യാസികളായതുകൊണ്ടാണോ എന്നറിയില്ല, അവരിൽ പലർക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനമില്ല. ശബരിമലയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൻ്റെ ഉദ്ഘാടനമാണ് ചടങ്ങ്. പാസ്വേഡ് അടിച്ചാൽ FBയിലൂടെ അയ്യപ്പസ്വാമിയുടെ ദർശനം ലഭിക്കുമെന്ന് കരുതി കാത്തു നിന്നവർ എന്ത് കണ്ടു നോക്കുക. സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമലയുടെ പേരിൽ അനേക ഫേസ്ബുക്ക് ഉണ്ട്. ഒഫീഷ്യലായ ഈ സംവിധാനങ്ങൾ ഇന്നാണ് തുടങ്ങിയിട്ടുള്ളത് എന്ന് ലോകത്തെ അറിയിക്കാൻ ഇത് റെഡിയാ. സാർ അത് നടക്കില്ല സാർ. അതെന്താ? ടെക്നിക്കൽ കോസ്റ്റ് സാർ. ടെക്നിക്കൽ കോസ്റ്റ് എന്താ? അതിന് വിൻഡോസ് മീഡിയ പ്ലെയർ പുറത്തുനിന്ന് എടുക്കേണ്ടി വരും സാർ. ശരി. പിന്നെ മിനിമം 2 സ്പേസ് ബാറെങ്കിലും വേണ്ടി വരും. മാത്രമല്ല ഈ ഷോർട്സ് എല്ലാം കൊണ്ട് റീസൈക്കിൾ ബിന്നിട്ട് നല്ല പോലെ റിഫ്രഷ് ചെയ്ത് എൻ്റർ കീ അടിക്കാതെ നല്ല ഔട്ട് കിട്ടില്ല സാർ. അതാ താനെന്താ ആളെ ഫുള്ളാക്കുകയാണ്? താനൊരു സാധനം പുറത്തുനിന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ലേ മുമ്പേ? എന്താ? വിൻഡോസ് മീഡിയ പ്ലെയർ സാർ. എടോ, ആ സാധനം പുറത്തുനിന്ന് ഇവിടെ എടുത്തോണ്ട് വന്ന് നന്നായിട്ട് റീഫ്രഷ് ചെയ്ത് റീസൈക്കിൾ ബിന്നിട്ട് ഔട്ട് എടുക്കണമെങ്കിൽ മിനിമം 50,000 രൂപയാവും. എന്റെ ബോംബെയിലുള്ള സുഹൃത്ത് അഡ് ഫിലിം മേക്കർ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെയാണ് താൻ. ഞാൻ അത്രയ്ക്കൊന്നും ഓർത്തില്ല സാർ. കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് പഠിക്കുവല്ലോ പ്ലീസ്. ഫേസ്ബുക്കിന്റെ ഒന്ന് കാണട്ടെ. ഫേസ്ബുക്കൊക്കെ ആൾക്കൊക്കെ അറിയാവുന്നതല്ല. എന്തോ വേറെ ഏതോ കല്യാണം മന്തിയാടി. ഇന്റർനെറ്റിൽ ചാറ്റ് ചെയ്തപ്പോ സ്ക്രീനിൽ വന്നൊരു പെൺകൊടി, അവളെ കെട്ടുവാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മെയില് ചെയ്തു ഞാൻ ഉടനടി. എന്റെ ഇമെയിൽ ID www.comedy. റിപ്ലൈ കിട്ടിയ മെയിലിൽ കണ്ടതിൽ എന്നെ കെട്ടുവാൻ അവൾ റെഡി. നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അത് വരരുതെന്ന്. അല്ല, നമുക്കിത് നിങ്ങൾ അവിടെ കാണുന്ന പോലെ ഇവിടെ എനിക്കും കാണാം. അതുകൊണ്ടാണ് ചെയ്തെന്ന് തോന്നി. അപ്പോൾ ഇന്നത്തെ ഡെമോക്രസി തീരുന്നു. മലയാളികൾക്ക് പൊതുവെയുള്ള ആ അസുഖം മാത്രം ചിലർക്ക് ബാക്കിയാവുന്നുണ്ടെന്നറിയാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കിയിട്ട് അവർ നന്നായി ജീവിക്കുന്നത് കാണുമ്പോൾ അടിവയറ്റിൽ നിന്ന് എന്തോ ഒരു ആന്തലല്ലേ. സാരമില്ല, നമ്മളോ നിങ്ങളോ നന്നായി ജീവിക്കുന്നില്ല, അവരെങ്കിലും നന്നായി ജീവിച്ചോട്ടെ. ഇന്നത്തെ പ്രധാന പുലിവാലുകളിൽ പിടിച്ചിട്ട് നമ്മൾക്ക് പിരിയാം. 2 വർഷം നീണ്ട മലയാളികളുടെ പരദൂഷണദാഹത്തിന് ശമനമായി. ദിലീപ് വീണ്ടും വിവാഹം കഴിച്ചു. വധു ഒരു ബലിയാട്. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ പേരിൽ ബലിയാടായ ഒരാളെ തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. പേര് കാവ്യ. വിവാഹം നടത്തിയത് TV ക്യാമറകളെ വിളിച്ചുകൂട്ടി. കാവ്യയെ ഇനി അഭിനയിക്കാൻ വിടുമോ എന്ന് ആരും ചോദിച്ചില്ല. നന്നായി ജീവിക്കാൻ സഹായിക്കണമെന്ന് നവദമ്പതികളുടെ അപേക്ഷ. ഗുരുവികളെ വരു കുയിലുകളെ നല്ല മധുവിധുരാവുകളെ യുവമിഥുനങ്ങൾ നവമിഥുനങ്ങൾ ഇവർക്കാശംസകളേക. നോട്ടും ക്യൂവും പ്രതിസന്ധിയും മറന്ന് മാധ്യമങ്ങൾ താരകല്യാണത്തിന് പിറകെ. സ്വകാര്യ ഹോട്ടലിലെ താലികെട്ട് മുതൽ ആദ്യ രാത്രിക്ക് മുമ്പ് വരെ തത്സമയ സംപ്രേഷണം. മുംബൈ ഭീകരാക്രമണ സംപ്രേഷണത്തിന് ശേഷം ഇത്രയും ഉത്തരവാദിത്തമുള്ള തത്സമയ സംപ്രേഷണം കണ്ടിട്ടില്ലെന്ന് മാധ്യമ വിമർശകർ. ഗാനം സംഗമഗാനം, ഗാനത്തിനായിരം വർണ്ണം, ഏഴല്ല നീളമതിനേഴല്ല 70 100 വർണ്ണമഴ വില്ലുകൾ വിരിഞ്ഞൊരഴകാ. ദിലീപ് കാവ്യ വിവാഹത്തിന് തൊട്ടു പിറകെ മഞ്ജു വാര്യരുടെ പഴയ സിനിമാ ദൃശ്യങ്ങൾ ചേർത്ത് TV ആക്ഷേപഹാസ്യ പരിപാടിയിൽ പരസ്യത്തിനെതിരെ വ്യാപക പരാതി. പുരുഷാധിപത്യ മനസ്സുള്ള മാധ്യമപ്രവർത്തകരുടെ ഉള്ളുകള്ളികൾ വ്യക്തമായെന്ന് നവമാധ്യമങ്ങൾ. പരസ്യം നൽകി പുരുഷാധിപത്യ മനസ്സ് വ്യക്തമാക്കിയത് ഡെമോക്രസി.
ശരൺ ബന്ധമണിഞ്ഞും കളമൃദു പാണികളിൽ പൊൻവളകൾ പിടഞ്ഞും നീലാവിവശം പാറുകയാണീ ഗോപി ഹൃദയ വസന്തപദം. മതി, നിർത്തൂ. എല്ലാരും പൊയ്ക്കോളൂ, അത്രയും മതി. ശബരിമലയിലും കല്യാണമാമാങ്കം. അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഉദ്ഘാടനത്തിൽ അറിവില്ലായ്മയുടെ വൈറസ് ബാധ. അയ്യപ്പസ്വാമിയുടെ പേജിൽ ഉദ്ഘാടനത്തിന് തെളിഞ്ഞത് കല്യാണ ഫോട്ടോ. സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമലയുടെ പേരിൽ അനേക ഫേസ്ബുക്ക് ഉണ്ട്. ഒഫീഷ്യലായ ഈ സംവിധാനങ്ങൾ ഇന്നാണ് തുടങ്ങിയിട്ടുള്ളത്. സാർ അത് നടക്കില്ല സാർ. അതെന്താ? അതിന് വിൻഡോസ് മീഡിയ പ്ലെയർ പുറത്തുനിന്ന് എടുക്കേണ്ടി വരും സാർ. താനെന്താ ആളെ ഫുള്ളാക്കുകയാണ്? താനൊരു സാധനം പുറത്തുനിന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ മുമ്പേ? എന്താണ്? വിൻഡോസ് മീഡിയ പ്ലെയർ സാർ. എടോ, ആ സാധനം പുറത്തുനിന്ന് ഇവിടെ എടുത്തോണ്ട് വന്ന് നന്നായിട്ട് റീഫ്രഷ് ചെയ്ത് റീസൈക്കിൾ ബിന്നിട്ട് ഔട്ട് എടുക്കണമെങ്കിൽ മിനിമം 50,000 രൂപയാവും. കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് പഠിക്കുവല്ലേ പ്ലീസ്. ഫേസ്ബുക്കൊക്കെ ആവശ്യമൊക്കെ അറിയാവുന്നതല്ല. വേറെ ഏതോ കല്യാണം വന്നിയാടി. ഇന്റർനെറ്റിൽ ചാറ്റ് ചെയ്തപ്പോ സ്ക്രീനിൽ വന്നൊരു പെൺകൊടി. അവളെ കെട്ടുവാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മെയിൽ ചെയ്തു ഞാൻ ഉടനടി. നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇന്നത്തെ ഡെമോക്രസി തീരുന്നു. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടെങ്കിൽ നാളെ വീണ്ടും കാണാം.